ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ടോപ്പർ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസിലെ ഒരു ടോപ്പിക്കാണ് വൈറ്റമിൻസ്. അപ്പൊ എന്താണ് വൈറ്റമിൻസ്? വൈറ്റമിൻസ് മീൻസ് ദേ ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. നമ്മുടെ സെൽ ഡെവലപ്മെന്റിനും സെല്ലിന്റെ ഗ്രോത്തിനും സെൽ ഫങ്ഷനും ഒക്കെ റിക്വയർഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. വൈറ്റമിൻസിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആൻഡ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. അങ്ങനെ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്: ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും വാട്ടർ സോലുബിൾ വൈറ്റമിൻസും. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് മീൻസ് അതിന് എക്സാമ്പിൾ ആണ് ADEK, അതായത് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ വരുന്നതാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. അത് എവിടാ സ്റ്റോർ ചെയ്യുന്നത്? ദേ ആർ സ്റ്റോർഡ് ഇൻ ലിവർ ആൻഡ് അഡിപ്പോസ്, അതായത് ഫാറ്റ് സ്റ്റോറിംഗ് ടിഷ്യൂസിലാണ് മെയിൻ ആയിട്ട് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി രണ്ടാമത്തെയാണ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബി ആൻഡ് സി. These vitamins are readily excreted through urine and cannot be stored except vitamin B12 in our body. അതായത് വൈറ്റമിൻ ബി ആൻഡ് സി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യത്തില്ല. അതായത് വൈറ്റമിൻ B12 ഒഴികെ ബാക്കി ഒരു വൈറ്റമിൻ, അതായത് വൈറ്റമിൻ ബിയിൽ തന്നെ പിന്നെയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്: B1, B2, B3, B5, B7. അങ്ങനെ വൈറ്റമിൻ ബിയുടെ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതില് വൈറ്റമിൻ B12 ഒഴികെ വേറെ ഒരു വൈറ്റമിൻ ബിയും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യത്തില്ല. ഈ വൈറ്റമിൻ ബി ആൻഡ് സി എന്ത് ചെയ്യും? നമ്മളിപ്പം വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി അടങ്ങിയ ഒരു ഫുഡ് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ അത് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യും. അതായത് നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡെയിലി എന്ത് ചെയ്യണം? വൈറ്റമിൻ ബി ആൻഡ് സി നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് വൈറ്റമിൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും ഉണ്ട്, വാട്ടർ സോലുബിൾ വൈറ്റമിൻസും ഉണ്ട്. രണ്ടിന്റെയും എക്സാമ്പിൾ പഠിച്ചോണം. വൈറ്റമിൻസ് ADE ആൻഡ് K ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ്. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻസ് ബി ആൻഡ് സി. ഓക്കെ, ഇനി നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പം ചോദിക്കുന്നതാണ്: വൈറ്റമിന്റെ പേര് തരും, അതിന്റെ കെമിക്കൽ നെയിം ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസും ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം നോക്കിക്കോണം: റെറ്റിനോൾ. മനസ്സിലായോ? വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിം ആണ് റെറ്റിനോൾ. ഇപ്പൊ വൈറ്റമിൻ എ നമുക്ക് കുറവാണെങ്കിൽ, അതായത് വൈറ്റമിൻ എയുടെ അഭാവം നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ആ കാണിക്കുന്ന ഡിസീസ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ സിറോഫ്താൽമിയ. രണ്ടുപേരും നോക്കിക്കോണം. നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതിന്റെ മലയാളം നിശാന്തത എന്ന് പറയും. അപ്പം വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ സിറോഫ്താൽമിയ. ഇനി രണ്ടാമത്തെയാണ് വൈറ്റമിൻ B1. അതായത് വൈറ്റമിൻ ബിയിൽ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതില് വൈറ്റമിൻ B1 പറയുന്ന പേരാണ് തയമീൻ. അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. അതായത് വൈറ്റമിൻ B1 നമ്മുടെ ബോഡിയിൽ കുറവാണെങ്കിൽ അതുമൂലം വരുന്ന ഡിസീസ് ആണ് ബെറിബെറി. ഓക്കെ, വൈറ്റമിൻ B1 കെമിക്കൽ നെയിം തയമീൻ, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ബെറിബെറി. അടുത്തയാണ് വൈറ്റമിൻ B2. വൈറ്റമിൻ B2 കെമിക്കൽ നെയിം ആണ് റിബോഫ്ലാവിൻ. അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ചീലോസിസ്. മനസ്സിലായോ? വൈറ്റമിൻ B2, റിബോഫ്ലാവിൻ, ചീലോസിസ്. നെക്സ്റ്റ് ആണ് വൈറ്റമിൻ B6. വൈറ്റമിൻ B6 കെമിക്കൽ നെയിം പിരിഡോക്സിൻ. പിരിഡോക്സിൻ, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് കൺവൾഷൻസ്. നെക്സ്റ്റ് ആണ് വൈറ്റമിൻ B12. വൈറ്റമിൻ B12 കെമിക്കൽ നെയിം ആണ് സയനോകൊബാലമീൻ. ഓക്കെ, സയനോകൊബാലമീൻ, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് പെർനീഷ്യസ് അനീമിയ. നെക്സ്റ്റ് ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം അസ്കോർബിക് ആസിഡ്, അതിന്റെ ഡിസീസ് ആണ് സ്കർവി. അടുത്തത് നെക്സ്റ്റ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ആണ് കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിം ആണ് കാൽസിഫെറോൾ, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് റിക്കറ്റ്സ് ആൻഡ് ഓസ്റ്റിയോമലേഷ്യ. അതിൽ തന്നെ റിക്കറ്റ്സ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസീസും ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത് അഡൽട്സിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസീസും ആയിരിക്കും. അപ്പൊ വൈറ്റമിൻ ഡിയുടെ കെമിക്കൽ നെയിം ആണ് കാൽസിഫെറോൾ, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് കുട്ടികളിലാണെങ്കിൽ റിക്കറ്റ്സും മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ.
നെക്സ്റ്റ് ആണ് ടോക്കോഫിറോൾ, അതായത് വൈറ്റമിൻ ഇയുടെ കെമിക്കൽ നെയിമാണ് ടോക്കോഫിറോള്. അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഇൻക്രീസ്ഡ് ഫ്രജിലിറ്റി ഓഫ് ആർ ബി സി എസ് ആൻഡ് മസ്കുലാർ വീക്ക്നെസ്. ഇത് രണ്ടുമാണ് ടോക്കോഫിറോളിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ കെമിക്കൽ നെയിമാണ് ഫില്ലോക്കിനോൺ. അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഹീമോഫീലിയ, അതായത് ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം, ബ്ലഡ് ക്ലോട്ട് ആവാൻ ഒരുപാട് സമയം എടുക്കും, അതിനെയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് വൈറ്റമിൻസും അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസും. എക്സാമിന് ചോദിക്കുന്നത് ഏതെങ്കിലും വൈറ്റമിൻസ് തന്നിട്ട് അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസ് തന്നിട്ട് ഏതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വൈറ്റമിനും. അപ്പൊ രണ്ട് രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കീം 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ദ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് റിബോഫ്ലാവിൻ. മനസ്സിലായോ? റിബോഫ്ലാവിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചായിരുന്നു റിബോഫ്ലാവിന്റെ പറയുന്ന പേരെന്താണ്? വൈറ്റമിൻ B2 ആണ് റിബോഫ്ലാവിൻ. അപ്പൊ B2വിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? ചീലോസിസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് വൈറ്റമിൻ B2വിന്റെ കെമിക്കൽ നെയിം ആണ് റിബോഫ്ലാവിൻ, അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ചീലോസിസ്. നെക്സ്റ്റ് ആണ് ചീലോസിസ് ഡിസീസ് ആൻഡ് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ആർ കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ്. അതായത് ചീലോസിസ് ഡിസോർഡറും ഡൈജസ്റ്റീവ് ഡിസോർഡറും ഏതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത്? ഇപ്പൊ ചീലോസിസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ചീലോസിസ് വരുന്നത് ഏതാണ്? വൈറ്റമിൻ B2വിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ചീലോസിസ് ഉണ്ടാവുന്നത്. ആ വൈറ്റമിൻ B2 എന്നല്ല നമുക്ക് ഓപ്ഷനകത്ത് തന്നിരിക്കുന്നത്, കെമിക്കൽ നെയിം ആയിട്ട് തന്നിരിക്കുന്നത്. വൈറ്റമിൻ B2വിന്റെ കെമിക്കൽ നെയിം എന്താണ്? റിബോഫ്ലാവിൻ എന്നാണ് കെമിക്കൽ നെയിം. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, റിബോഫ്ലാവിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following vitamin deficiency causes increased fragility of RBC and muscular weakness? മനസ്സിലായോ? ഏതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇൻക്രീസ്ഡ് ഫ്രജിലിറ്റി ഓഫ് RBCയും മസ്കുലാർ വീക്ക്നെസ്സും ഉണ്ടാകുന്നത്? ഏതിന്റെ ആയിരുന്നു? നോക്കിക്കോ, വൈറ്റമിൻ ഇ, അതായത് ടോക്കോഫിറോളിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇൻക്രീസ്ഡ് ഫ്രജിലിറ്റി ഓഫ് RBCS ആൻഡ് മസ്കുലാർ വീക്ക്നെസ്. ഓക്കെ, വൈറ്റമിൻ ഇയുടെ കെമിക്കൽ നെയിം ആണ് ടോക്കോഫിറോൾ എന്ന് തന്നേക്കുന്നത്. ക്വസ്റ്റിനകത്ത് നമുക്ക് എന്തായാലും വൈറ്റമിൻ ഉള്ള പേരായിരുന്നു. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഇ, വൈറ്റമിൻ ഇ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ഒരു ടോപ്പിക്, അതായത് വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഏറ്റവും സിമ്പിൾ ആണ്. നമ്മൾ വൈറ്റമിന്റെ പേരും ഡെഫിഷ്യൻസി ഡിസീസും പഠിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സ്മാർട്ട് ടോപ്പർ എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര് വരുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.